കുട്ടനാട്ടിൽ UDF-ന് ഭീഷണിയായി വിമതൻ. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സജി ജോസഫ് സ്വതന്ത്രനായി മത്സരിക്കും. കുട്ടനാട് സീറ്റ് 2 മുന്നണികൾക്കും പേയ്മെന്റ് സീറ്റാണെന്ന് സജി ജോസഫ് ആരോപിച്ചു. അമ്പലപ്പുഴയിൽ G. സുധാകരന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി ഷാനു ഭൂട്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ജില്ലയിലെ ഈ പൊട്ടിത്തെറി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കല്ലേ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? രോഹിണി, അങ്ങനെ തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുട്ടനാട്ടിൽ ഇപ്പോൾ DCC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സജി ജോസഫാണ് സ്വതന്ത്രനായി മത്സരരംഗത്തുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് തന്നെ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് BJP-യിൽ ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DCC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സജി ജോസഫ് പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രനായി കുട്ടനാട്ടിൽ മത്സരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടനാട്ടിലെ LDF-ൻ്റെയും UDF-ൻ്റെതും പേയ്മെൻറ്റ് സീറ്റാണ്. ഈ 2 സാമ്പത്തിക ശക്തികളോട് മത്സരിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് താൻ മത്സരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ഷാനു ഭൂട്ടോ അദ്ദേഹം മത്സരിക്കുന്നത് അമ്പലപ്പുഴയിൽ റിബലായിട്ടാണ്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി UDF-നും കോൺഗ്രസിനും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. സ്ഥാനാർത്ഥി നിർണയം വന്നതോടെ ഇനിയിപ്പോൾ ഷുക്കൂർ നേരത്തെ DCC പ്രസിഡൻ്റായിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ആലപ്പുഴയിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഇത് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനും കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ UDF-ൻ്റെ ഏതെങ്കിലും തരത്തിൽ കുട്ടനാട്ടിലും മറ്റും ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നതാണ്. കാരണം LDF സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ നിലനിന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്പാടെ കൈനകരി അടക്കം LDF പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. CPI പോര് ശക്തമായിരുന്നു. എന്നാൽ ഈ ഒരു അനുകൂല സാഹചര്യത്തെ മുതലെടുക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസിലും പ്രശ്നങ്ങൾ രൂക്ഷമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു തരത്തിൽ ജില്ലയിലൊട്ടാകെ തന്നെ NDA വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.